നമ്മൾ എന്താണോ ആഗ്രഹിച്ചത്, നമ്മൾ എന്താണോ ആഗ്രഹിച്ചത് അതൊക്കെ നേടിയെടുക്കാൻ, ഒരു സ്വപ്നങ്ങളും ബാക്കി വെക്കാതെ നേടിയെടുക്കാൻ കഴിവുള്ള ഒരു പ്രസ്ഥാനമാണ് വെസ്റ്റേജ്. ഇതിൽ നിന്ന് കിട്ടും. അതിന്റെ ഏറ്റവും വലിയ സൂപ്പർ ലീഡറാണ് ഗൗതം ബാരി സാറ്, ദീപക് സുഹൃത് സാറ്, കൺബീർ സിംഗ് സാറ്. അവരൊക്കെ പറഞ്ഞ മാതിരിക്കേ ചെയ്യത് ഇവിടെ നടന്നിട്ടുണ്ട്. ഇത്രാം തീയതി ഇത്ര ടൈമില് ഞങ്ങളെ കമ്പനി എത്തുന്നു പറഞ്ഞാൽ എത്തിയിരിക്കും മക്കളെ. വേൾഡിലെ 10ാം സ്ഥാനത്തേക്ക് നമ്മളെ കമ്പനി പോകാൻ പോവാണ്. വേൾഡിലെ 10ാം സ്ഥാനത്തേക്ക് 26,000 കോടി ലക്ഷം ടേൺ ഓവറിലേക്ക് നമ്മളെ കമ്പനി പോവാ. നമ്മളെതിലുണ്ടെങ്കിൽ നമ്മളെ വരുമാനം എത്രയാണെന്നറിയോ? കാണിച്ചു കൊടുക്ക. 10 വർഷം കഴിഞ്ഞാൽ ആയിഷ മാഡത്തിന്റെ വരുമാനം എത്ര നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? 10 വർഷം കഴിഞ്ഞാൽ എത്ര റുപ്യാവും വരുമാനം എന്ന് അറിയാൻ പറ്റുമോ? ഇനി പ്ലാൻ ഇല്ലേ? നമ്മളൊക്കെ എന്തിനാണ് ഇൻഷൂർ കൂടുന്നത്? നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടോ? നമ്മൾ ഇൻഷൂർ എന്തിനാ കൂടുന്നത്? നമ്മളെ അടിയിലുള്ള ആളുകളെ ഇല്ലേ, നമ്മള് മരണപ്പെട്ടാൽ നമ്മളെ കുടുംബത്തിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അതിനുള്ള ഇൻഷൂർ കൂടുന്നത്. നമ്മൾ ആരും ഇൻഷൂർ കൂടണ്ട. നമുക്ക് വെസ്റ്റേജിൽ ഒരു ഐഡിയ ഉണ്ടോ? നിങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ ടീം ഉണ്ടാക്കിയിട്ടുണ്ടോ? നിങ്ങൾ മരണപ്പെട്ടാൽ നിങ്ങൾ കാണുന്ന വിശ്വസിക്കുന്ന ആളുകളല്ലേ, നിങ്ങളെ ഐഡിയ കൊണ്ട് നിങ്ങളെ മക്കളും നിങ്ങളെ പേരക്കുട്ടികളും അന്തസ്സായിട്ട് ജീവിക്കുന്നത്, ആരുടെ മുന്നിലും കൈ നീട്ടാതെ, ആരും വാതിൽ മുട്ടാതെ നിങ്ങളെ തലമുറക്ക് ജീവിക്കാനുള്ള ഒരു നിങ്ങൾക്ക് ഉണ്ടാക്കിയിടാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുടുംബക്കാർക്കോ ആരാണോ കാണുന്നത് അവർക്ക് നിങ്ങൾ വെസ്റ്റേജിൽ ഐഡിയ അടിച്ച് പ്രവർത്തിച്ച ഈ 300ഓളം പേര് ഇതിലുണ്ട്, ഈ റൂമിൽ കയറിയിട്ടുണ്ട്. ആ ആളുകളോട് നിങ്ങൾ പറയാനുള്ളത്, നിങ്ങളെ കുടുംബത്തെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളെ പേരക്കുട്ടികളെ, നിങ്ങളെ മക്കൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കിയിടണം. വർക്ക് ചെയ്യാതെ നിങ്ങൾക്ക് ഒന്നും കിട്ടില്ല, ഒന്നും നേടിയെടുക്കാൻ കഴിയില്ല. വർക്ക് ചെയ്യാതെ പിന്നെ കുറെ ആളുകൾ പറയും നമ്മൾ എന്തിനാ നഷ്ടപ്പെടുന്നത്, മേലുള്ള ആളുകൾക്ക് കിട്ടാനല്ലേ. എങ്ങനെയാണ് കുറെ ആളുകൾ ചിന്തയാണ് അല്ലേ? നിങ്ങൾക്ക് അത് അങ്ങനെ വന്നിട്ടില്ല? നിങ്ങൾ അടിയിലുള്ളവർ പറയണില്ലേ നിങ്ങൾ എന്തിനാണ് വെറുതെ വർക്ക് ചെയ്യുന്നത്? നമ്മൾ വർക്ക് ചെയ്തിട്ട് മുകളിലുള്ള ആൾക്കാർക്ക് കിട്ടിയത്. ഈ മുകളിലുള്ള ആൾക്കാർ എങ്ങനെ മുകളിലെത്തിയത്? ഈ ആയിഷ മാഡം, റിയാൻത്ത് മാഡം, മിനി മാഡൊക്കെ മുകളിൽ നിന്ന് ഇങ്ങോട്ട് ചാടിയതാണോ? ഫ്ലൈറ്റ് പോകുമ്പോ അതിന് ഇങ്ങോട്ട് ചാടിയിട്ട് മുകളിലെത്തിയതാണോ? ഇതുപോലെ കഷ്ടപ്പെട്ട് ഓരോരുത്തരെ പോയി കണ്ട് ചീത്ത പറഞ്ഞു എത്തിപ്പിടിച്ചിട്ടല്ലേ മിനി മാഡം രാവിലെ 11 മണി മുതൽ 5 മണി വരെ കാത്തുനിട്ടല്ലേ റിയാൻത്ത് പിന്നെ ആയിഷ മാഡത്തെ കിട്ടിയത്. ആയിഷ മാഡം റിയാൻത്തിന്റെ മാഡത്തിന്റെ പുറകിൽ എത്ര പോയി? അങ്ങനെ ഓരോ ലീഡേഴ്സിന്റെ പുറകിൽ പോയിട്ടാണ് ഇത് പടുത്തുയർത്തിയത്. അല്ലാതെ ഒരു ദിവസത്തിൽ രാവിലെ പിന്നെ രാത്രി കിടന്നുറങ്ങി രാവിലെ എണീറ്റപ്പോ ഒരു ടീം ഉണ്ടായി വന്നതല്ല. പവറായിട്ട് നിന്ന്